മനസ്സിൽ അവിശ്വാസത്തിൻ്റെ ഒരു കറ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈമാൻ നിഷ്കളങ്കമാകൂല എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുവോ അതിനെ കൃത്യമായിട്ട് അനുകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപമ പറയുന്നുണ്ട്. അവിശ്വാസികളായ ആളുകൾ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് നുഴഞ്ഞുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കയറുമ്പോൾ വിശ്വാസികളായ ആളുകളും അതുപോലെ അവരുടെ മാളത്തിലേക്ക്, ആ ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് കയറും. അവിടെ എന്തിന് നിങ്ങൾ മാളത്തിലേക്ക് കയറുന്നു, അത് ഉടുമ്പിൻ്റെ മാളമല്ലേ എന്നുപോലും ചോദിക്കാതെ ആ അവിശ്വാസികളായ ആളുകളുടെ വിശ്വാസത്തെ ചാണിന് ചാണ് മുഴത്തിന് മുഴമായിട്ട് നിങ്ങൾ അനുകരിക്കുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂൽ നിങ്ങൾ പറയുന്നത് ജൂതന്മാരെ പറ്റിയും നസ്രാണികളെ പറ്റിയിട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരല്ലാതെ പിന്നെ ആരാണ് എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. റസൂൽ പറയുന്നുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമുദായത്തെ ഒരാൾ അനുകരിക്കുകയാണെങ്കിൽ അവൻ അവരിൽപ്പെട്ടവരാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു ഇസ്രായേലുകാർ അവരുടെ പ്രവാചകന്മാർ പറയുന്നതൊന്നും കേൾക്കാതെ അവരുടെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളിൽ മാത്രമായിട്ട് ഇങ്ങനെ പിന്തുടരുന്ന ആളുകളാണ്. ഇത് മുസ്ലിങ്ങൾക്കും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനും ബാധിക്കുമെന്നാണ്, ഈ അപകടം ബാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവരുടെ സംസ്കാരങ്ങൾ അനുകരിച്ചുകൊണ്ട് സ്വന്തം ദീനിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ശരിയല്ലാത്തൊരു സമീപനം, ഖുർആനും സുന്നത്തുമൊക്കെ വിട്ടുകളിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അവിശ്വാസങ്ങളെ പിൻപറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. മതാചാരങ്ങൾ, അവരുടെ ആരാധനാ രീതികൾ അതിനെ അനുകരിക്കുക, അവരുടെ മതചിഹ്നങ്ങളെ ധരിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടക്കാരെ പോലെ തന്നെയാണ്. നമ്മൾ പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെന്ന് പറയുന്നത്? അതുപോലെ തന്നെ അവരുടെ മത പെരുന്നാളുകളിൽ നമ്മൾ പങ്കെടുക്കുക, അനുകരിക്കുക. ക്രിസ്മസ് അതുപോലുള്ള എല്ലാവിധ ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കുക. ഒരു പ്രത്യേക മതരീതികൾ നമുക്കുണ്ടായിരിക്കെ നമ്മൾ മറ്റുള്ളവരെ സമീപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് തശബ്ബുഹിൽ പെടുമെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന വസ്ത്രവിധാനങ്ങളൊക്കെ, അവരുടെ വേഷവിധാനം നമ്മൾ ധരിക്കുക, അവരുടെ സ്റ്റൈല്, അവരുടെ എല്ലാവിധ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള തശബ്ബുഹ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ ഒരു ഐഡിയോളജി നമ്മുടെ ജീവിതത്തിൽ വരിക, അവർ ചിന്തിക്കുന്ന രൂപത്തിൽ മതം ജീവിതത്തിൽ ആവശ്യമില്ല എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഹറാമിനെ ന്യായീകരിക്കുക, ദീനീ കാര്യങ്ങളെ ഒഴിവാക്കുക. ഇതൊക്കെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം, പാർട്ടി സംസ്കാരങ്ങൾ, അതേപോലെ തന്നെ മദ്യപാനം, ലജ്ജയില്ലാത്ത രൂപത്തിലേക്ക് ദീനിൻ്റെ മൂല്യങ്ങൾ നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പെരുമാറ്റങ്ങൾ, ഇങ്ങനെയൊന്നും അന്ധമായ ഒരു ട്രെൻഡിങ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ഷിബിറം ബിഷിബിർ, അളവിന് അളവായിട്ട് നിങ്ങൾ അവരെ പിന്തുടരുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്ന രൂപത്തിലേക്ക്, ഏത് ഹറാമാണെങ്കിൽ പോലും ആ ഹറാമിനെ അനുകരിക്കുന്ന രൂപത്തിലേക്ക് എല്ലാവരും ചെയ്യുന്നു, എന്നാൽ ഞങ്ങളും ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് ഹറാമിനെ ഒരിക്കലും